Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed what are the disadvantages of piece rate wage system. Today we are going to discuss what are the differences between time rate system and piece rate system. What are the differences between time rate wage system and piece rate wage system? Okay, നമുക്ക് ഫസ്റ്റ് ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് ഇൻ ടൈം റേറ്റ് സിസ്റ്റം അണ്ടർ ദിസ് മെത്തേഡ് വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ഈച്ച് ജോബ്. അപ്പം വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ്. എത്രത്തോളം ടൈമാണോ സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ബേസിലാണ് വേജസ് കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ടൈം റേറ്റ് വേജ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ വാട്ട് യു മീൻ ബൈ പീസ് റേറ്റ് വേജ് സിസ്റ്റം? വർക്കേഴ്സ് ആർ റെമ്യൂണറേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. എങ്ങനെയാണ് വർക്കേഴ്സ് അവരെങ്ങനെയാണ് റെമ്യൂണറേറ്റ് ചെയ്യുന്നത്? വർക്കേഴ്സ് ആർ റെമ്യൂണറേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. അവർ എത്രത്തോളം യൂണിറ്റ്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലായിരിക്കും എന്ത് കൊടുക്കുക? വേജസ് കൊടുക്കുന്നത്. എവിടെ? പീസ് റേറ്റ് സിസ്റ്റത്തിൽ. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദ ഡിഫറൻസസ്, നമുക്ക് മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് പേയ്മെൻറ്റ്. ഓൺ ദ ബേസിസ് ഓഫ് പേയ്മെൻ്റ് ആണ്. ബേസിസ് ഓഫ് പേയ്മെൻറ്റിൽ എങ്ങനെയാണ് ഡിഫറൻസ് നോക്കാം. ഇൻ ടൈം റേറ്റ് സിസ്റ്റം എ വർക്കർ ഈസ് പെയ്ഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് പെർ അവർ, പെർ ഡേ, പെർ മന്ത് എക്സെട്ര. അപ്പോൾ വർക്കർ ഈസ് പെയ്ഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് പെർ അവർ. ഒരു റേറ്റ് അവർലി സിസ്റ്റം അനുസരിച്ചോ അല്ലെങ്കിൽ ഡേ അനുസരിച്ചോ അല്ലെങ്കിൽ മന്ത്ലി അനുസരിച്ചോ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നു. അതനുസരിച്ച് അവർക്ക് പേ ചെയ്യുന്നു, വർക്കേഴ്സിന് പേ ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുക? ടൈം റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റത്തിൽ എന്താണെന്ന് പറഞ്ഞു നോക്കിയേ. എ വർക്കർ ഈസ് പെയ്ഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് പെർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഓർ ജോബ് കംപ്ലീറ്റഡ്. ഓരോ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൊടുക്കുന്നു എങ്കിൽ, വേജസ് കൊടുക്കുന്നു എങ്കിൽ അത് പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ബേസിസ് ഓഫ് പേയ്മെൻറ്റ്. സെക്കൻഡ് വൺ, ലിങ്കേജ്. ദർ ഈസ് നോ ലിങ്കേജ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് റിവാർഡ്. ഈ ടൈം റേറ്റ് സിസ്റ്റത്തിൽ പെർഫോമൻസും റിവാർഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പെർഫോമൻസും റിവാർഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബോത്ത് എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ് ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് വേജസ്. എഫിഷ്യൻ്റ് ആണെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും എന്തായിരിക്കും? സെയിം റേറ്റിലായിരിക്കും എന്ത് കിട്ടുക? സെയിം എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് കിട്ടുക? വേജസ് കിട്ടുന്നത്. ഓക്കെ, എവിടെയാണ്? ടൈം റേറ്റ് സിസ്റ്റത്തിൽ. ബട്ട് ഇൻ പീസ് റേറ്റ് സിസ്റ്റം ദർ ഈസ് ലിങ്കേജ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് റിവാർഡ്. എന്നാൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ പെർഫോമൻസിനനുസരിച്ചായിരിക്കും എന്ത് കൊടുക്കുക? റിവാർഡ് കൊടുക്കുക. വിച്ച് മോട്ടിവേറ്റ് ദ വർക്കേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് ഏൺ മോർ. അപ്പം ഇത് എന്തിനെ മോട്ടിവേറ്റ് ചെയ്യും? വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യും. കൂടുതൽ ഏൺ ചെയ്യാനായിട്ടും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ആരെ അത് മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും? വർക്കേഴ്സിനെ. ഏതിൻ്റെ അഭിപ്രായം? ഏതിലാണ്? പീസ് റേറ്റ് സിസ്റ്റത്തിൽ. ഓക്കെ, തേർഡ് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റി. ഇൻ ടൈം റേറ്റ് സിസ്റ്റം quality of work tends to be high. അപ്പോൾ ക്വാളിറ്റി ഓഫ് വർക്ക് എവിടെ ഹൈ ആയിരിക്കും? ടൈം റേറ്റ് സിസ്റ്റത്തിൽ. അപ്പോൾ അവിടെ ഒരു സ്പീഡപ്പിൻ്റെ ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഇൻ പീസ് റേറ്റ് സിസ്റ്റം ക്വാളിറ്റി ഓഫ് വർക്ക് ടെൻസ് ടു ബി ലോ. അവിടെ നമുക്കറിയാം നമ്പർ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ വേജസ് കിട്ടും, അല്ലേ? അപ്പം ഈ വർക്കേഴ്സിൻ്റെ ഈഗർനെസ് മൂലം അവരെന്ത് ചെയ്യും? നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം എന്ത് ഓട്ടോമാറ്റിക്കലി കുറയും അല്ലെങ്കിൽ നാച്ചുറലി എന്ത് കുറയും? ക്വാളിറ്റി ഓഫ് വർക്ക് കുറയാനുള്ള കാരണമാകും. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, വേസ്റ്റേജ് ആണ്. ദർ ഈസ് ലെസ് ചാൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മെഷീനറി. ടൈം റേറ്റ് സിസ്റ്റത്തിൽ വേസ്റ്റേജ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അവിടെ എന്താണ്? ടൈം എടുത്ത് നമുക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. അവിടെ നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ ബേസിലാണ് വേജസ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് യൂണിറ്റ്സ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതേയില്ല. അതുകൊണ്ട് തന്നെ അവിടെ മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടാകുന്നത്, അതുപോലെ ഫ്യൂവൽ പവറിലുണ്ടാകുന്ന വേസ്റ്റേജ്, അതുപോലെ മെഷീനറിയിലൊക്കെ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷൻ, ഇതൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, ബട്ട് ഇൻ പീസ് റേറ്റ് സിസ്റ്റം ദർ ഈസ് ചാൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ ആൻഡ് മെഷീനറി. എന്നാൽ നമുക്കറിയാം പീസ് റേറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം അവർ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുകയുള്ളൂ? വേജസ് കൂടുതൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ആ സ്പീഡ് കാരണം അവിടെ മെറ്റീരിയൽ വേസ്റ്റേജ് ആക്കാനുള്ള കാരണമാകുന്നു. അതുപോലെ മെഷീൻസിന് ഡിപ്രീസിയേഷൻ കൂടുതൽ ഉണ്ടാകാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് സൂപ്പർവിഷൻ. A close supervision is required in time rate wage system. A close supervision is required in time rate wage system. But
ഇൻ പീസ് റേറ്റ് സിസ്റ്റം ക്ലോസ് സൂപ്പർവിഷൻ ഈസ് നോട്ട് റിക്വയർഡ്. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ എന്ത് ആൾക്കാർ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വേജസ് ആയതുകൊണ്ട് അവർ ആ മാക്സിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആര് ശ്രമിക്കും, വർക്കേഴ്സ് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സൂപ്പർവിഷൻ്റെ കാര്യമില്ല. എന്നാൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർ ലേസി ആയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു ക്ലോസ് സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. എവിടെ, ടൈം റേറ്റ് വേജ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് ഓൺ ദ ബേസിസ് ഓഫ് മെയിൻ്റനൻസ് ആണ്, കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ആണ്. കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഈസ് വെരി ലോ ഇൻ ടൈം റേറ്റ് വേജ് സിസ്റ്റം. ടൈം റേറ്റ് വേജ് സിസ്റ്റത്തിൽ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ബട്ട് ഇൻ പീസ് റേറ്റ് സിസ്റ്റം കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഈസ് ഹൈ. അപ്പം മെറ്റീരിയലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനൊക്കെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ പറഞ്ഞു അവർ ഹറിയപ്പ് കാരണം അല്ലെങ്കിൽ അവരുടെ സ്പീഡ്നെസ് കാരണം എന്തുണ്ടാകും, മെഷീനിലൊക്കെ ഫോൾട്ട് ഉണ്ടാകാനുള്ള കാരണമാകും, സ്ട്രക്ക് ആകാനൊക്കെയുള്ള കാരണമാകും. അപ്പോൾ അതിനൊക്കെ നല്ലൊരു മെയിൻ്റനൻസ് ആവശ്യമാണ്, റിപ്പയർസൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് എവിടെ കൂടുതലായിരിക്കും, പീസ് റേറ്റ് സിസ്റ്റത്തിൽ കൂടുതലായിരിക്കും. ദെൻ സെവൻത് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി. In time rate wage system, it provides sense of economic security to employees. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എക്കണോമിക് സെക്യൂരിറ്റി അവർക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. കാരണം അവർ ആ ഒരു ജോലി അതിനകത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരവിടെ ആ യൂണിറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു മിനിമം വേജസ് കിട്ടും എന്നുള്ളത് ആർക്ക് ഉറപ്പാണ്, വർക്കേഴ്സിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. ബട്ട് ഇൻ പീസ് റേറ്റ് സിസ്റ്റം ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ സെൻസ് ഓഫ് എക്കണോമിക് സെക്യൂരിറ്റി ടു എംപ്ലോയീസ്. ഇപ്പോൾ സപ്പോസ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ബിസിനസ് യൂണിറ്റിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൊഡക്ഷൻ നടക്കണം. അവർ എത്രത്തോളം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ ബേസിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുകയുള്ളൂ, വേജസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊരു എക്കണോമിക് സെക്യൂരിറ്റി അവിടെ കിട്ടില്ല, ഒരു പീസ് റേറ്റ് വേജ് സിസ്റ്റത്തിൽ അവർക്ക് കിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ യൂസ്ഫുൾനെസ് ആണ്. യൂസ്ഫുൾനെസ്സിൽ എന്താ പറയുന്നത് നോക്കിയേ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെയർ എ വർക്കർ ഹാസ് ടു ഡു എ വെറൈറ്റി ഓഫ് ഡിസിമിലർ ജോബ്. ഓക്കെ, അപ്പം നോക്കിയേ, ക്രിയേറ്റീവായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വർക്കാണ് ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെയാണ് ആ ഒരു ബിസിനസ് യൂണിറ്റിൽ വർക്കുകൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും സ്യൂട്ടബിൾ എന്ന് പറയുക, ടൈം റേറ്റ് സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടൊക്കെ ഒരെണ്ണം ചെയ്യുവാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും സമയമെടുത്തായിരിക്കും ചെയ്യുക, അല്ലേ? അപ്പോൾ കുറച്ചധികം സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. അങ്ങനെയുള്ള വർക്കാണെങ്കിൽ എന്ത് സ്യൂട്ടബിളാണ്, ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. ബട്ട് ഇൻ പീസ് റേറ്റ് സിസ്റ്റത്തിൽ എന്താ പറയുന്നത് നോക്കെ, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ വെയർ എ വർക്കർ ഹാസ് ടു ഡു ദ ജോബ് ഓഫ് റിപ്പിറ്റേറ്റീവ് നേച്ചർ. റിപ്പിറ്റേറ്റീവ് നേച്ചറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ, അതായത് അവിടെ ഓരോ വർക്കേഴ്സും ഇന്ന് ചെയ്യുന്ന വർക്ക് തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിലും ചെയ്യുന്ന കണ്ടിന്യൂസ് വർക്കാണ്, ആ റിപ്പിറ്റേറ്റീവ് വർക്ക് തന്നെയാണ് എങ്കിൽ അവിടെ എന്തായിരിക്കും നല്ലത്? അപ്പോൾ കാരണം നല്ലതെന്ന് പറയാൻ കാരണം അവർ കൂടുതൽ 1-2 ദിവസം കഴിയുമ്പോൾ അവർ കൂടുതൽ എന്തായിട്ട് മാറുകയാണ്, എഫിഷ്യൻ്റായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ എഫിഷ്യൻ്റായിട്ട് മാറിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷനും അല്ലെങ്കിൽ എന്തെയും ഇൻക്രീസ് ചെയ്യും. അപ്പം അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് എന്തും കിട്ടും, ഹൈ വേജ് റേറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ള വർക്കിനാണെങ്കിൽ എന്താണ് സ്യൂട്ടബിൾ, പീസ് റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. എന്നാൽ ടൈം റേറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും, വെറൈറ്റി ജോബിന് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബൊക്കെ ആണ്, ഡിസിമിലർ ആയിട്ടുള്ള ജോബൊക്കെ ആണെങ്കിൽ അത് സ്യൂട്ടബിൾ ആയിരിക്കും, ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ. ഓക്കെ, ദർ ആർ 8 മെയിൻ ഓർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ഹാവ് ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് റേറ്റ് വേജ് സിസ്റ്റം. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, watch and listen this lecture carefully and write the assignment questions. What are the differences between time rate wage system and piece rate wage system?